ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം കെ മുനീർ ഏതായാലും ലീഗിന് നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ അങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും അത് വളരെ പ്രസക്തമായ ഒരു കാര്യം. കുറച്ച് പൈസ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ പറയട്ടെ കാശ്മീർ, ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എം കെ മുനീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിഷമസന്ധിയിലൂടെയാണ് സമീപ ദിവസങ്ങൾ പോയത്. നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ആവേശത്തോട് പറയാം അദ്ദേഹം അങ്ങനെയാണോ, അദ്ദേഹം ആ ബൈറ്റുകളിലൊക്കെ ആ ദൈന്യത വളരെ പ്രകടമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വിഷമസന്ധിയിൽ താങ്ങായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്തി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ തന്നെ കണ്ടെത്തേണ്ടതാണ് ഈ പൈസ എന്നൊക്കെയുള്ള കാര്യം, പാർട്ടിക്ക് വേണ്ടിയല്ലല്ലോ ഞാനിത് ചെലവഴിച്ചത് എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനേതായാലും അത് കാരണം CH-മായുള്ള ആ വീടിൻ്റെ വൈകാരികമായ അടുപ്പം, ആ വൈകാരികമായ ബന്ധം എം കെ മുനീർ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ലീഗ് നേതൃത്വത്തിന് തള്ളിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇന്ത്യ വിഷൻ കാലത്ത് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ടൊക്കെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആ വാർത്ത സംപ്രേഷണം ചെയ്ത കാലത്ത് പോലും എം കെ മുനീറിനെ തള്ളിപ്പറയാൻ, അതായത് പ്രവർത്തകർ സംസ്ഥാനത്തെമ്പാടും, ഇപ്പം നമ്മൾ ഈ വൈകാരികതയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, സംസ്ഥാനത്തെമ്പാടും അന്ന് എം കെ മുനീറിനെതിരെ ലീഗ് പ്രവർത്തകർ അന്ന് രംഗത്ത് വരികയും നെടുമ്പാശ്ശേരി കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നമ്മൾ കാഴ്ചകൾ കണ്ടതാണ്. അത്തരം ഘട്ടത്തിൽ പോലും ലീഗ് നേതൃത്വം അന്ന് പാണക്കാട് ശിഹാബ് അലി തങ്ങൾ അദ്ദേഹം അടക്കമുള്ള നേതൃത്വം ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഇപ്പോഴത്തെ ഈ വിഷമസന്ധിയിൽ അത് ലീഗ് നേതൃത്വം കൂടെ ഒപ്പം നിന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.